പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് KPSTA സ്വദേശ് മെഗാ ക്വിസിൻ്റെ UP വിഭാഗം സംസ്ഥാനത്ത് നടന്ന ചോദ്യങ്ങളാണ്. ഒറിജിനൽ ചോദ്യപേപ്പറാണ് കേട്ടോ. CH പ്രതിഭ അറിവുത്സവം ഇവ രണ്ടിൻ്റെയും സ്റ്റേറ്റ് ലെവൽ വരെയുള്ള സ്കൂൾ ലെവൽ മുതൽ സ്റ്റേറ്റ് ലെവൽ വരെയുള്ള ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടിട്ടുണ്ട് കേട്ടോ. അക്ഷരമുറ്റാണ് വിടാൻ, സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞിട്ടില്ല, ജില്ല വരെ നൽകിയിട്ടുണ്ട്. മക്കൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അതൊക്കെ പോയി കാണുക. ഇനി അടുത്ത ക്വിസ് പ്രോഗ്രാമിന് നന്നായിട്ട് ഒരുങ്ങുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നിനൂന്നായി നിൽക്കുന്നോരു ഹിമാലയ മിഥ്യാഭൂമിയിലൊന്നാണിത്രേ യതു ഭൂമിശാസ്ത്രത്തിൽ നുണ. തെറ്റുതിരുത്തട്ടെ രണ്ടു ഹിമാലയമൊന്നു സാക്ഷാൽ, മറ്റേതോ ഈ സത്യശുഭമൂർത്തി ഗാന്ധിജി. മക്കളെ, ഇത് കവിതയാണ് കേട്ടോ. കവിത ചൊല്ലിക്കല്ല അല്ലേ, പറഞ്ഞിക്കാണ്, കുഴപ്പമില്ല. ഇനി മക്കൾ നന്നായിട്ടൊന്ന് ചൊല്ലാം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രശസ്തമായ ഒരു കവി എഴുതിയ വരികളാണിത്. ആരാണ് ആ കവി? P. കുഞ്ഞിരാമൻ നായർ. ശ്യാം ബെനഗൽ നിർമ്മിച്ച പ്രശസ്തമായ ടെലിവിഷൻ പരമ്പരയായിരുന്നു ഭാരത് ഏക് കോച്ച്. ആരുടെ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് നിർമ്മിച്ചത്? നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1921 മലബാർ ലഹളയെ കേവലം ഒരു മാപ്പിള കലാപമായി ചിത്രീകരിക്കുവാൻ ബ്രിട്ടീഷ് ഗ്രന്ഥകാരന്മാർ ബോധപൂർവം ശ്രമം നടത്തിയിരുന്നു. തുടർന്ന് മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 1924 കോഴിക്കോട് നിന്നും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രം ഏതായിരുന്നു? അൽ അമീൻ. ഇത് 100ാം വാർഷികം ആഘോഷിക്കുകയാണല്ലേ 2024. ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? ആൻസർ ഹാൻകാങ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനായി ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഫണ്ടിൻ്റെ പേരെന്താണ്? ആൻസർ സ്വരാജ് ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം അംഗീകരിക്കപ്പെട്ട വർഷം ഏത്? 1950 ജനുവരി 24. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് രാജ്യപുരോഗതി ലക്ഷ്യം വെച്ച സംരംഭകനായ 2024 ഒക്ടോബർ 9 ഇഹലോകവാസം വെടിഞ്ഞ രത്തൻ ടാറ്റയുടെ ജന്മദിനം എന്ന്? 1937 ഡിസംബർ 28. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിൽ IT പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. അയിത്തത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കാക്കിനഡ സെഷൻ 1923. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരികെ നൽകിയ 2 സ്വതന്ത്ര സമര സേനാനികളിൽ ഒരാൾ മഹാത്മാഗാന്ധി ആയിരുന്നു. ആരായിരുന്നു രണ്ടാമത്തെ ആൾ? സരോജിനി നായിഡു. കൊടുക്കുവാൻ സമൃദ്ധമായ സ്നേഹം എൻ്റെ പക്കലുണ്ടായിരുന്നു, സ്വീകരിക്കുവാൻ ആരും മുന്നോട്ട് വന്നതുമില്ല. പ്രശസ്തമായ ഒരു മലയാള സാഹിത്യകാരിയുടെ വാക്കുകളാണിത്. ആരാണ് ഈ എഴുത്തുകാരി? മാധവിക്കുട്ടി അഥവാ കമലാ സുരയ്യ. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ സീരീസ് അവാർഡ് നേടിയ കളിക്കാരിൽ ഒരാൾ ശ്രീലങ്കക്കാരനായ മുത്തയ്യ മുരളീധരനാണ്. ആരാണ് മറ്റൊരാൾ? രവിചന്ദ്രൻ അശ്വിൻ. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് ഏത് സ്ഥലത്താണ്? പ്രതാപ്ഗഡ്, UPയിലാണ്, ഉത്തർപ്രദേശിലാണ്, 1920. ബാപ്പു മൈ മദർ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? മനു ബെൻ ഗാന്ധി. ഭാരത് ഛോഡോ ആന്തോളൻ ഇത് സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭത്തിൻ്റെ മറ്റൊരു പേരാണ്. ഏതാണ് ആ പ്രക്ഷോഭം? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇന്ത്യയിലെ പല പ്രമുഖ വ്യക്തികളും അപരനാമങ്ങളാൽ പ്രശസ്തരാണ്. ഇന്ത്യയുടെ വജ്രം എന്ന പേരിനാൽ അറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ്? ആൻസർ കരംസാദ്. മഹാത്മാഗാന്ധി പ്രിയ പത്നി കസ്തൂർബ ഗാന്ധിക്ക് എഴുതിയ കത്താണിത്. ഏത് ജയിലിൽ വെച്ചാണ് ഗാന്ധിജി കത്ത് എഴുതിയത്? വോൾക്സ് റെസ്റ്റ് ജയിൽ, 1908 നവംബർ 9. ബഹുജന ഹിതായ ബഹുജന സുഖായ ഇന്ത്യയിലെ അതിപ്രശസ്തമായ ഒരു വാർത്താമാധ്യമത്തിൻ്റെ ആപ്തവാക്യമാണിത്. ഏതാണ് ആ വാർത്താമാധ്യമം? ഓൾ ഇന്ത്യ റേഡിയോ.
സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പല പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ച 3 ലേഖനങ്ങൾ കാരണമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എഴുതിയത് ഏത് വാരികയിലാണ്? യങ് ഇന്ത്യ 1922. ടൈ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി അടുത്തത് മക്കളെ, ദിനാചരണ ക്വിസ് വീഡിയോസിന് പുറമെ നമ്മുടെ ചാനലിലൂടെ LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേംബ്രിഡ്ജ് ട്രിനിറ്റി കോളേജിലെ പഠനം പൂർത്തിയാക്കി 1912 ഇന്ത്യയിൽ തിരിച്ചെത്തിയ നെഹ്റു അതേ വർഷം ബങ്കിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയായി പങ്കെടുത്തു. കാലഘട്ടത്തിൽ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി. നെഹ്റുവിൻ്റെ ആദ്യ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു? അലഹബാദ് 1915. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഡോക്ടർ BR അംബേദ്കർ പങ്കെടുത്തിരുന്നു. ഏത് വട്ടമേശ സമ്മേളനത്തിലാണ് ഹരിജനങ്ങൾക്ക് പ്രത്യേക നിയോജന മണ്ഡലങ്ങൾ വേണമെന്ന് അംബേദ്കർ ആവശ്യപ്പെട്ടത്? 2ാം വട്ടമേശ സമ്മേളനം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് 1 വർഷം നിരീക്ഷകനായിരിക്കുവാൻ ഗാന്ധിജിയെ ഉപദേശിച്ചതാര്? ആനി ബസന്റ്. തിരുക്കൊച്ചിയുടെയും പിന്നീട് കേരളത്തിൻ്റെയും മുഖ്യമന്ത്രിയായ ഏക വ്യക്തി? പട്ടം താണുപിള്ള. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന പ്രശസ്തമായ മലയാളം കഥയുടെ രചയിതാവ് ആര്? ആൻസർ ടി പത്മനാഭൻ. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.